നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രണ്ട് ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. ഒന്ന്, SBIയിൽ നിരവധി ഒഴിവുകൾ. രണ്ട്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിരവധി ഒഴിവുകൾ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്ന്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രതിവർഷം 44 ലക്ഷം വരെ ശമ്പളം CTC ലഭിക്കുന്ന തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് SBIയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 3 തസ്തികകളിലായി 996 ഒഴിവുകൾ നികത്തുന്നതിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. VP വെൽത്ത് SRM, AVP വെൽത്ത് RM, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത്. VP വെൽത്ത് SMRM ഒഴിവുകളുടെ എണ്ണം 506, ശമ്പളം 44 ലക്ഷം രൂപ വാർഷിക CTC. AVP വെൽത്ത് RM ഒഴിവുകളുടെ എണ്ണം 206, ശമ്പളം 30 ലക്ഷം രൂപ വാർഷിക CTC. കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ഒഴിവുകളുടെ എണ്ണം 284, ശമ്പളം 6 ലക്ഷം രൂപ വാർഷിക CTC. 3 തസ്തികകളിലായി കേരളത്തിലും 112 ഒഴിവുകളുണ്ട്. കേരളത്തിൽ VP വെൽത്ത് തസ്തികയിൽ 66 ഒഴിവുകളും AVP വെൽത്ത് തസ്തികയിൽ 11 ഒഴിവുകളും കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് തസ്തികയിൽ 35 ഒഴിവുകളുമുണ്ട്. എല്ലാ നിയമനങ്ങളും 5 വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലായിരിക്കും. വാർഷിക ഇൻക്രിമെൻറ്റ് ബാൻഡ് 25% വരെയാണ്. യോഗ്യത: അപേക്ഷകർ സർക്കാർ അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ബിരുദം നേടിയിരിക്കണം. നിയമന രീതി: അപേക്ഷകരിൽ നിന്നും യോഗ്യതാ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. അതിനുശേഷം ഒന്നോ അതിലധികമോ വ്യക്തിഗത, ടെലിഫോണിക് അല്ലെങ്കിൽ വീഡിയോ അഭിമുഖങ്ങളും ശമ്പള സ്കെയിൽ CTC സംഭാഷണങ്ങളും നടത്തും. അഭിമുഖത്തിന് 100 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. യോഗ്യതാ മാർക്ക് SBIയുടേതായിരിക്കും. അഭിമുഖ സ്കോറുകളെ മാത്രം അടിസ്ഥാനമാക്കി മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. അപേക്ഷാ ഫീസ്: പൊതുവിഭാഗം, EWS, OBC വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് 750 രൂപ അപേക്ഷാ ഫീസായി ഓൺലൈനായി അടയ്ക്കണം. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ മറ്റ് അംഗീകൃത ഓപ്ഷനുകൾ ഉപയോഗിച്ച് ഓൺലൈനായി പണമടയ്ക്കാം. SC, ST, PWBD വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഫീസില്ല. വിജ്ഞാപന ലിങ്ക്, അപേക്ഷ ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. 2. എംപ്ലോയബിലിറ്റി സെൻറ്റർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് തൊഴിൽമേള. കോട്ടയം എംപ്ലോയബിലിറ്റി സെൻറ്റർ കോട്ടയം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. വിവിധ കമ്പനികളിലേക്ക് ജോലി നേടുന്നതിനായി ഇതാണ് അവസരം. എന്തുകൊണ്ട് പങ്കെടുക്കണം? 4 കമ്പനികൾ, 1000+ ഒഴിവുകൾ. രാവിലെ 10 മുതൽ 1 മണി വരെ. എംപ്ലോയബിലിറ്റി സെൻറ്റർ കോട്ടയം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, സിവിൽ സ്റ്റേഷൻ, 2nd ഫ്ലോർ, കളക്ട്രേറ്റ്, കോട്ടയം. ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇൻ്റർവ്യൂവിന് അനുയോജ്യമായ ഫോർമൽ ഡ്രസ് കോഡിൽ എത്തിച്ചേരുവാൻ ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റുകളുടെയും ബയോഡേറ്റയുടെയും പകർപ്പുകൾ എന്നിവ കയ്യിൽ കരുതുക. എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ അടച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഈ തൊഴിൽമേളയിലും തുടർന്നുള്ളവയിലും പങ്കെടുക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അന്നേ ദിവസം സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൂർ ജില്ലാ പ്രോജക്റ്റ് മാനേജർ അക്കൗണ്ടൻറ്റ് പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് കമ്പനിയായ ശ്രീരോഷ്
ഡെവലപ്പേഴ്സിലേക്ക് പ്രോജക്റ്റ് മാനേജർ ബിടെക് ഡിപ്ലോമ സിവിൽ, പ്രോജക്റ്റ് എഞ്ചിനീയർ ബിടെക് ഡിപ്ലോമ സിവിൽ, അക്കൗണ്ടൻറ്റ് ബികോം 3 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവരെ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ CV അയയ്ക്കുക, അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. അടുത്തത് കേന്ദ്ര പോലീസ് സേനകളിൽ 25,487 ഒഴിവുകൾ. 10ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാം. പരീക്ഷ മലയാളത്തിലും എഴുതാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC, കേന്ദ്ര സായുധ പോലീസ് CAPF, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് SSF, ആസാം റൈഫിൾസിലെ റൈഫിൾമാൻ തസ്തികകളിലായി 25,487 ജനറൽ ഡ്യൂട്ടി GD കോൺസ്റ്റബിൾ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒഴിവുകൾ സേനകൾ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നിലവിൽ വിളിച്ചിട്ടുള്ള 25,487 ഒഴിവുകളിൽ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് ആകെ 23,467 ഒഴിവുകളും സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് 2,020 ഒഴിവുകളും ഉണ്ട്. ഇതിൽ SC വിഭാഗത്തിന് 3,702, ST വിഭാഗത്തിൽ 2,313, OBC വിഭാഗത്തിൽ 5,765, EWSന് 2,605, പൊതുവിഭാഗത്തിൽ 11,102 ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ BSF, CISF, CRPF, SSB, ITBP, ആസാം റൈഫിൾസ്, SSF തുടങ്ങിയ പ്രധാന അർദ്ധസൈനിക സേനകളിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കും. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ശമ്പളം ലെവൽ 3 ശമ്പള സ്കെയിൽ വരുന്ന ഈ തസ്തികകളിൽ 21,700 തൊട്ട് 69,100 രൂപ വരെ ലഭിക്കും. പ്രായപരിധി 18നും 23നും ഇടയിൽ. SC, ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷം വരെ ഇളവ് ലഭ്യമാണ്. OBC അപേക്ഷകർക്കും വിമുക്തഭടന്മാർക്കും 3 വർഷം വരെ ഇളവ് ലഭിക്കും. NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ബോണസ് മാർക്കും ലഭിക്കും. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയെ CBE അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിയമനം. ഈ പരീക്ഷ 2026 ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള തീയതികളിൽ താൽക്കാലികമായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്ക് ശേഷം ശാരീരിക ക്ഷമതാ പരീക്ഷയും ഉദ്യോഗാർത്ഥികൾ വിജയിക്കേണ്ടതുണ്ട്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ CBE ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയ്ക്ക് പുറമെ മലയാളം ഉൾപ്പെടെയുള്ള 13 ഭാഷകളിലും നടത്തും. അപേക്ഷ ഓൺലൈൻ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകർ ഓർമ്മിച്ചിരിക്കേണ്ട പ്രധാന തീയതികൾ, കാര്യങ്ങൾ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയും സമയവും ഡിസംബർ 31 രാത്രി 11 മണി വരെ, 31/12/2025. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടുന്ന അവസാന തീയതി 2026 ജനുവരി 1 വരെ അപേക്ഷാ ഫീസ് അടയ്ക്കാം. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. വനിതാ ഉദ്യോഗാർത്ഥികളെയും സംവരണത്തിന് അർഹതയുള്ള പട്ടികജാതി, SC, പട്ടികവർഗ, ST, വിമുക്തഭടർ എന്നീ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെയും ഫീസ് അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. തിരുത്തലുകൾ വരുത്താനുള്ള സമയം 2026 ജനുവരി 8 മുതൽ ജനുവരി 10 വരെ അപേക്ഷാ ഫോമിൽ തിരുത്തലുകൾ വരുത്താൻ SSC അനുവദിക്കും. ബാധകമായ തിരുത്തൽ നിരക്കുകൾ അടയ്ക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. അപേക്ഷിക്കുന്നതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി ആദ്യമായി ജോലിക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ SSC വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ OTR പ്രക്രിയ പൂർത്തിയാക്കണം. അതിനുശേഷം അവരുടെ OTR ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം അവർക്ക് GD കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റ് ഫോം ആക്സസ് ചെയ്യാനും ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിക്കുവാനും സാധിക്കും. അതിനുശേഷം വേണം ഫീസ് അടയ്ക്കാൻ. നിർദ്ദേശിക്കപ്പെട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഫീസ് ഒടുക്കേണ്ടതുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.